ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് വീട്ടിൽ പായസം ഉണ്ടാക്കാൻ ഒരു ടാസ്ക്കാണ് ബിഗ് ബോസ് കൊടുക്കുന്നത്. അങ്ങനെ അനീഷ് അനുമോളുടെ അടുത്ത് പോയി പറയുകയാണ് ഈ ഒരു ടാസ്കിൽ അനുമോളാണ് ചെയ്യേണ്ടത്, അനുമോൾ റെഡിയല്ലേ ഇത് ചെയ്യാമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അനുമോൾ പറയുന്നുണ്ട് ഞാൻ റെഡിയാണെന്ന്. പണിപ്പുരയിൽ കയറുക, കറക്റ്റ് സമയത്ത് തന്നെ പായസത്തിനുള്ള എല്ലാ സാധനങ്ങളും എടുത്ത് കറക്റ്റ് സമയത്ത് തിരിച്ച് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്, എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് ഒന്ന് ഓർത്തു വെച്ചോ അനുമോളെന്ന് അനീഷ് പറയുന്നുണ്ട്. ശരി ചേട്ടാന്നൊക്കെ നമ്മുടെ അനുമോൾ പറയുന്നുണ്ട്. നല്ല രീതിക്ക് ചെയ്താൽ മതി, ടെൻഷനൊന്നും അടിക്കണ്ട, ഓക്കെ അല്ലേ അനുമോൾ, ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഓക്കെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ 3 ടീമുകളാണ് മത്സരിച്ചത്. അനുമോളുടെ ടീമും ജിസലിൻ്റെ ടീമും അതേപോലെ തന്നെ ആദില, നൂറ, ഷാനവാസിൻ്റെ ഒക്കെ ഒരു ടീമുണ്ടായിരുന്നു. അങ്ങനെ അവസാനം വിധികർത്താക്കളായി വന്നിട്ടുണ്ടായിരുന്നത് രേണു സുധി അതേപോലെ തന്നെ നമ്മുടെ ശൈത്യയും അനീഷുമായിരുന്നു. അനീഷിൻ്റെ ടീമിനാണെന്നാണ് അനീഷ് ആദ്യം പറഞ്ഞത്. രേണു പറഞ്ഞു രേണുവിൻ്റെ ടീമാണ് ജയിക്കുന്നതെന്ന്. അതേപോലെ ശൈത്യ പറഞ്ഞു എൻ്റെ ടീമാണ് ഏറ്റവും നന്നായി ചെയ്തതെന്ന്. അങ്ങനെ അനീഷ് പറഞ്ഞു ശൈത്യൻ്റെ ടീമിലൊക്കെ പായസത്തിന് ഭയങ്കര മധുരമാണ്, രേണുസുധീൻ്റെ പായസമാണെങ്കിൽ വെന്തിട്ടില്ല, അത് വേവാത്തത് കൊണ്ടും അതിനും നല്ല മധുരം ഉണ്ടായിരുന്നു, ഞങ്ങളുടെ പായസമാണ് നല്ലതെന്ന്. അപ്പോൾ പക്ഷേ നിങ്ങളുടെ പായസം അടി പിടിച്ചിട്ടുണ്ട്, അതിനൊരു കരിച്ചൊവയായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ മധുരവും ഉണ്ടായിരുന്നില്ല എന്നാണ് ശൈത്യയും അതേപോലെ തന്നെ രേണുവും പറഞ്ഞത്. അവസാനം ഇവർ രണ്ടുപേരും തീരുമാനം എടുക്കാൻ ബിഗ് ബോസ് പലതവണ പറഞ്ഞെങ്കിലും അവരൊരു തീരുമാനത്തിലെത്തിയില്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചുകൊണ്ട് തന്നെയാണ് ഇരുന്നത്. അവസാനം തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ ടാസ്ക് അസാധുവായി പോകുമെന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്തത് പ്രകാരം ജിസേലിൻ്റെ ഒക്കെ ടീമിനാണ് ഫസ്റ്റായിട്ട് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ അതിൽ ഷാനവാസിന് ഭയങ്കര എതിർപ്പുണ്ട്, അനീഷിന് ചീത്ത പറയുന്നുണ്ട്. അനീഷ് എപ്പോഴും തിരിച്ചുവേദമാണ് കാണിക്കുന്നത്, ഞാൻ ആ ടീമിലുള്ളതും കൊണ്ട് അവൻ വ്യക്തിവിരോധം തീർക്കുന്നതാണെന്ന് പറയുന്നുണ്ട്. നൂറ പറയേണ്ടി ഇനി ഒരു ജന്മത്തും ഈ ബിഗ് ബോസ് വീട്ടിൽ നിങ്ങളെ ജഡ്ജായിട്ട് വെക്കൂല എന്ന്. ആദില പറയുന്നുണ്ട് നിങ്ങൾ വെറും കള്ളം പറയുന്ന മനുഷ്യനാണെന്ന്. പ്രവീൺ പറയുന്നുണ്ട് മൂന്നാംകട സ്ട്രാറ്റജി ഇറക്ക് മുങ്ങാമുനിയായിട്ടിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. രേണുസുധി കറക്റ്റ് സമയത്ത് തന്നെ കാല് മാറുകയും ചെയ്തിട്ടുണ്ട്. അനീഷായിരുന്നു എന്നോട് ഏലക്കേൻ്റെ കാര്യം പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ ആ ഏലക്കേൻ്റെ കാര്യം കയറ്റിയിട്ടേന്ന് പറയുന്നുണ്ട്. ഇനിയൊട്ട് ഞാൻ ജഡ്ജാവാൻ പോകുന്നില്ല എന്നും രേണു പറയുന്നുണ്ട്. എല്ലാ കുറ്റവും അവസാനം അനീഷിൻ്റെ തലയിൽ.